പ്രവാസലോകത്തെ വാർത്തകൾ. UAE-യിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ അക്കാഡമിക് യോഗ്യതകൾ പരിശോധിക്കുന്നതിനായി ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധുത ഉറപ്പുവരുത്താനാണ് നടപടി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ, രാജ്യത്തെ ബിസിനസ് സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴി ഉപഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമാകും. ഈ പദ്ധതി സർക്കാരിനും സ്വകാര്യ കമ്പനികൾക്കും ഒരുപോലെ ഉപകാരപ്പെടും. ഡിജിറ്റൽ പരിശോധനയിലൂടെ സർട്ടിഫിക്കറ്റുകളുടെ യാഥാർത്ഥ്യം ഉറപ്പാക്കുന്നു. അതിനാൽ ഇത് ജോലിക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത് എളുപ്പമാക്കും. കടലാസ് ജോലികൾ കുറയ്ക്കും. ഒറ്റത്തവണ ഫീസിൽ എല്ലാ നടപടികളും ലളിതമാക്കും തുടങ്ങിയ നേട്ടങ്ങൾ ഈ സംവിധാനം വഴി ഉണ്ടാകുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. വിദേശികൾ ആദ്യം സ്വന്തം രാജ്യത്ത് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തി പിന്നീട് UAE-യിൽ അതേ പ്രക്രിയ ചെയ്യണം. ഇതിന് 10 ദിവസമോ അതിൽ കൂടുതലോ എടുക്കും. ഇനി സ്വന്തം രാജ്യത്ത് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ UAE-യിൽ 2 ദിവസം മതി അറ്റസ്റ്റ് ചെയ്യാൻ. പുതിയ സേവനത്തോടെ ഇത് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാകും. ഈ പദ്ധതി വിശ്വസനീയമായ തൊഴിൽ സേവനങ്ങൾ നൽകുകയും വർക്ക് പെർമിറ്റ് നൽകുന്നതിനൊപ്പം പരിശോധനയും എളുപ്പമാക്കുകയും ചെയ്യും. ഈ പദ്ധതി തെറ്റായ രീതികൾ തടയാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സേവനം തുടങ്ങിയത്. ഇത് തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ജോലിക്കാരുടെ നിലവാരം ഉയർത്തുകയും UAE-യുടെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. UAE-യിൽ നിന്ന് ലഭിച്ച ബിരുദങ്ങളും ഉൾപ്പെടുത്താൻ ഭാവിയിൽ ഈ സേവനം വിപുലീകരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE ബാങ്കുകളിലെ മിനിമം ബാലൻസ് 5000 ദിർഹമാക്കുന്ന തീരുമാനം താൽക്കാലികമായി നിർത്തിവെച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വസിക്കാം. UAE സെൻട്രൽ ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് നടപടി. മിനിമം ബാലൻസ് പരിധിയിലെ വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ തുക ഉയർത്തരുതെന്ന് ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. അക്കൗണ്ടിൽ കുറഞ്ഞത് 5000 ദിർഹം നിലനിർത്താൻ കഴിയാത്ത ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ചില ബാങ്കുകൾ തീരുമാനിച്ചിരുന്നു. ഇത് പാലിക്കാത്തവരിൽ നിന്ന് 25 ദിർഹമോ അതിലധികമോ ഫീസ് ഈടാക്കണമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതോടെ പ്രവാസികൾ ആശങ്കയിലായിരുന്നു. എന്നാൽ തീരുമാനം നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചത് വലിയ ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. 1 ലക്ഷത്തിലധികം ബ്രിട്ടീഷ് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് 3 ബില്യൺ പൗണ്ടിന്റെ പദ്ധതി അവതരിപ്പിച്ച് UK. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ലക്ഷ്യം. 1,20,000 തൊഴിലാളികളെയാണ് പദ്ധതി പ്രകാരം പരിശീലിപ്പിക്കുന്നത്. നിർമ്മാണം, എഞ്ചിനീയറിംഗ്, സാമൂഹിക പരിചരണം തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് പരിശീലനം നൽകുന്നത്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പ്രഖ്യാപിച്ച ലേബർ ഗവൺമെന്റിന്റെ നൈപുണ്യ പദ്ധതിയിൽ ഈ പാർലമെന്റിൽ 30,000 പുതിയ അപ്രന്റീസ്ഷിപ്പുകൾ ആരംഭിക്കുന്നതും വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള തൊഴിലുടമകളുടെ ലെവിയായ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജിൽ 32% വർധനവും ഉൾപ്പെടുന്നു. നിലവിൽ ഇംഗ്ലണ്ടിൽ 16 മുതൽ 24 വയസ്സ് പ്രായമുള്ള 8 പേരിൽ ഒരാൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ അല്ലെങ്കിൽ പരിശീലനം എന്നിവയില്ലെന്ന് സർക്കാർ പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെ അവശ്യ കഴിവുകൾ കൊണ്ട് സജ്ജരാക്കുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ദീർഘകാല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക നവീകരണത്തിന് അടിത്തറയിടുക എന്നിവയാണ് നിക്ഷേപത്തിന്റെ ലക്ഷ്യം. ഈ ധനസഹായം 45,000 അധിക പരിശീലന അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേശീയ നൈപുണ്യ സംഘടനയായ സ്കിൽസ് ഇംഗ്ലണ്ട് തൊഴിലുടമകളുമായും പ്രാദേശിക നേതാക്കളുമായും ഏകോപിപ്പിച്ച് ഭാവി പരിശീലന വിതരണം രൂപപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജപ്പാനിലേക്ക് ഇന്ത്യൻ സന്ദർശകരുടെ ഒഴുക്ക്. കഴിഞ്ഞ വർഷം ജപ്പാനിലെത്തിയത് 2,33,000 ഇന്ത്യൻ സഞ്ചാരികളാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജപ്പാനിൽ സന്ദർശകരുടെ എണ്ണത്തിലും ചെലവ് കണക്കുകളിലും ശക്തമായ വളർച്ച കാണിച്ചതായി ജപ്പാൻ നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇവർ ജപ്പാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം 3,366 കോടി രൂപ സംഭാവന ചെയ്തു. ജപ്പാൻ ടൂറിസം ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇന്ത്യൻ സന്ദർശകൻ ഒരു യാത്രയ്ക്ക് ഏകദേശം 1,45,000 രൂപ ചെലവഴിച്ചു എന്നാണ്. 2019 അപേക്ഷിച്ച് 53.6% വർധന. മിക്ക ഇന്ത്യൻ സഞ്ചാരികളും സ്വതന്ത്രമായി ജപ്പാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിനോദസഞ്ചാരികളിൽ 86.9% പേരും ഗൈഡഡ് ഗ്രൂപ്പ് ടൂറുകൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഏകദേശം 65% പേർ ആദ്യമായി സന്ദർശിക്കുന്നവരായിരുന്നു. വലിയൊരു വിഭാഗം ടോക്കിയോ, ഒസാക്ക, കോട്യോ, ഹിരോഷിമ എന്നിവ ഉൾക്കൊള്ളുന്ന ജനപ്രിയ ഗോൾഡൻ റൂട്ട് പിന്തുടർന്നു. 2025 ആദ്യപാദത്തിലും ഈ പ്രവണത തുടർന്നു.
ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 62,100 ഇന്ത്യൻ സഞ്ചാരികൾ ജപ്പാൻ സന്ദർശിച്ചു. വർഷം തോറും 24.8% വർധന. ഒസാക്കയിൽ നടക്കാനിരുന്ന എക്സ്പോ 2025 ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക, ആത്മീയ, സാങ്കേതിക വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പവലിയൻ. ജപ്പാന്റെ സീസണൽ സാംസ്കാരിക ഓഫറുകളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന അവബോധം കൂടുതൽ ഇന്ത്യക്കാരെ ഇവിടേക്ക് ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ ചട്ടം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 15 വരെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് പുറം തൊഴിലുകൾക്ക് ഉച്ചവിശ്രമം അനുവദിക്കുന്നത്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ കമ്പനികൾ ചട്ടം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ തൊഴിൽ മന്ത്രാലയത്തിലെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിൽ കർശന പരിശോധന നടക്കും. നിയമം ലംഘിക്കുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കൽ, സ്ഥാപനം അടച്ചുപൂട്ടൽ, പിഴ ചുമത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.